Ousmane Dembélé, Ballon d'Or 2025. ഫുട്ബോളിലെ പരമോന്നത വ്യക്തിഗത ബഹുമതിയായ ബാലൻ ഡിയോർ ഉസ്മാൻ ഡെംബലെക്ക്. അവസാന നിമിഷം വരെ നിലനിന്ന യമാലോ ഡെംബലെയോ എന്ന കൺഫ്യൂഷൻ ഇതിഹാസ താരം റൊണാൾഡിനോയുടെ ചുണ്ടുകളിലൂടെ നീക്കപ്പെട്ടതോടെ ഫുട്ബോളിന്റെ രാജസിംഹാസനത്തിൽ യമാലിനെ പിന്തള്ളി ഡെംബലെ അവരോധിക്കപ്പെട്ടു. ഫ്രാൻസിനും PSG-ക്കുമായി അസാധ്യ പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ ഡെംബലെ പുറത്തെടുത്തത്. ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെ PSG കഴിഞ്ഞ സീസണിൽ നേടിയ 4 മേജർ ട്രോഫികളിലും ഡെംബലെ നിർണായക സാന്നിധ്യമായിരുന്നു. സീസണിൽ സാധ്യമായ ട്രോഫികളെല്ലാം സ്വന്തമാക്കിയ PSG-ക്ക് ആകെ നഷ്ടപ്പെട്ടത് ഫൈനലിൽ ചെൽസിയോട് തോറ്റ ക്ലബ്ബ് വേൾഡ് കപ്പ് മാത്രമാണ്. ബാഴ്സയുടെ യങ് സെൻസേഷൻ ലാമിൻ യമാലായിരുന്നു ബാലൻ ഡിയോർ സാധ്യതയിൽ ഡെംബലെയുടെ കടുത്ത വെല്ലുവിളി. ഫുട്ബോളിലെ പുതിയ അത്ഭുതമായി, ഫുട്ബോളിൻ്റെ നവയുഗത്തിൻ്റെ തുടക്കമായി യമാൽ ഉയർന്നു വന്ന സീസൺ കൂടിയായിരുന്നു കഴിഞ്ഞു പോയത്. ലാലിഗയും കോപ്പ ഡെൽറേയും സ്വന്തമാക്കിയ ബാഴ്സയ്ക്ക് ചാമ്പ്യൻസ് ലീഗിൽ PSG-യോട് തോറ്റ് മടങ്ങേണ്ടി വന്നതും അതേ ചാമ്പ്യൻസ് ലീഗ് ഡെംബലെ നേടിയതും ബാലൻ ഡിയോർ പ്രഖ്യാപനത്തിൽ നിർണായകമായി എന്ന് വേണം കരുതാൻ. പുരസ്കാര നേട്ടത്തിൽ തൻ്റെ മുൻ ക്ലബ്ബായ ബാഴ്സയോടും ബാഴ്സയിൽ സഹതാരമായിരുന്ന മെസ്സിയോടും താൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഡെംബലെ മെസ്സിക്കും ഇനിയസ്റ്റയ്ക്കുമൊപ്പം താൻ ബാഴ്സയിൽ ചിലവഴിച്ച കാലം തൻ്റെ കരിയറിൽ ഏറെ വിലപ്പെട്ടതാണെന്നും അവരിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ പലതും തൻ്റെ ഈ നേട്ടത്തിന് ഏറെ സഹായിച്ചുവെന്നും ഡെംബലെ മനസ്സ് തുറന്നു. ഡെംബലെ തന്നെയാണ് ഈ സീസണിൽ ബാലൻ ഡിയോറിന് ഏറ്റവും അർഹനെന്ന് തന്നെയാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. 59 മത്സരങ്ങളിൽ നിന്ന് 33 ഗോളുകളും 13 അസിസ്റ്റുകളും ഉൾപ്പെടെ 49 ഗോളുകളിൽ പങ്കാളിത്തമുള്ള ഡെംബലെ അത്ര തന്നെ പങ്കാളിത്തമുള്ള യമാലിനെ പിന്തള്ളിയത് ചാമ്പ്യൻസ് ലീഗിന്റെ ബലത്തിലാണെന്ന് പറയാം. പരിക്കും ഫോമില്ലായ്മയും തളർത്തിയിരുന്ന, ഏറെ വിമർശനങ്ങളും കളിയാക്കളും നേരിട്ടിരുന്ന ഡെംബലെക്കിത് വിമർശകരോടുള്ള, തൻ്റെ പ്രതിഭയെ സംശയിച്ചവരോടുള്ള മധുര പ്രതികാരം കൂടിയാണ്. 2017 ബാഴ്സയിലെത്തിയ ശേഷം ഡെംബലെക്ക് പരിക്ക് മൂലം നഷ്ടമായത് 155 മത്സരങ്ങളാണ്. നെയ്മർ ബാഴ്സയിൽ നിന്ന് PSG-യിലേക്ക് കൂടുമാറിയ ഒഴിവിൽ 105 മില്യൺ യൂറോക്ക് ബാഴ്സയിലെത്തിയ ഡെംബലെയുടെ കരിയർ സമ്മിശ്ര വികാരങ്ങളുടേതായിരുന്നു. ഇഞ്ചുറിയും മോശം പെർഫോമൻസും കാരണം കൂവി വിളിച്ച സ്വന്തം കാണികളെ കൊണ്ട് തന്നെ തൻ്റെ പെർഫോമൻസിന് കൈയടിപ്പിച്ചവനാണ് ഡെംബലെ. പെർഫോമൻസ് ടോപ്പ് ഗിയറിലേക്ക് എത്തുമ്പോഴേക്ക് വീണ്ടും പരിക്കും ഫോമില്ലായ്മയും കൂക്കിവിളികളും. അങ്ങനെ ബാഴ്സയിൽ നിറമങ്ങിപ്പോയ ഡെംബലെ 2023 PSG-യിലേക്ക് കൂടുമാറുന്നു. PSG-യിലും മിന്നിയും മങ്ങിയും പോയിക്കൊണ്ടിരുന്ന ഡെംബലെ കഴിഞ്ഞ സീസൺ പകുതിയിലെത്തിയപ്പോഴേക്ക് കൊടുംകാറ്റായി മാറുന്നതാണ് ഫുട്ബോൾ ലോകം കണ്ടത്. ഡെംബലെക്കൊപ്പം വിറ്റിഞ്ഞയും മെൻഡസും ഹക്കീമിയും ഉൾപ്പെടെ PSG ഒന്നടങ്കം മിന്നുന്ന ഫോമിലേക്ക് എത്തിയതോടെ ഫ്രാൻസിലേക്ക് ആദ്യ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ ഉൾപ്പെടെ കിരീടങ്ങളുടെ ഘോഷയാത്രയാണ് പിന്നീട് നാം കാണുന്നത്. വിമർശനങ്ങളിൽ മാനസികമായി തകർന്നു പോയ, വേദനയാൽ കരഞ്ഞു തീർത്ത പോയ കാലങ്ങൾക്ക് മധുര പ്രതികാരമായി ബാലൻ ഡിയോറിൻ്റെ സ്വർണ്ണപ്പന്ത് കയ്യിലേന്തി നിൽക്കുന്ന ഡെംബലെയുടെ ചിത്രം കാവ്യനീതിയുടേത് കൂടിയാണ്. അഭിനന്ദനങ്ങൾ ഉസ്മാൻ ഡെംബലെ.